back to my YouTube channel. It's me Ajmal. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ടേസ്റ്റി മിക്സർ ആണ് ഗയ്സ്. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് താഴെ പോയി ജസ്റ്റ് സബ്സ്ക്രൈബ് എന്ന് കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടുള്ള ബെൽ ഐക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പം എത്തുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് ഗോ. ഇതിന് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം. അതിനായി ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് കടലക്കപ്പൊടിയാണ്. പിന്നെ വേണ്ടത് കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ പാകമായ ഉപ്പിട്ട വെള്ളമാണ്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഫ്രണ്ട്സ് നമുക്കിതിനെ തുടങ്ങാം. അതിനായി ആവശ്യം ഫസ്റ്റ് നമ്മുടെ ഇതുപോലുള്ളൊരു ബൗളാണ്. ഈ ബൗളിലേക്ക് ആദ്യം കടലക്കപ്പൊടി ഇടാം. പിന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യം കുറച്ച് സൺഫ്ലവർ ഓയിലാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ചേർക്കുന്നത് ഇങ്ങനെ പറ്റിപ്പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനാവശ്യമായത് നമ്മൾ നൂലിപ്പൊട്ടെല്ലാം ഉണ്ടാക്കുന്ന അച്ചാണ്. ഈ അച്ചിൻ്റെ ഈ മോഡലിലുള്ള അച്ചാണ് വേണ്ടത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ ആക്കിയ മിക്സറിൻ്റെ കൂട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം ഈ സാധനം ഇതിന് മുകളിൽ വെച്ച് ഒന്ന് താഴോട്ടേക്ക് അമർത്തുക. ഞാനിപ്പോൾ ആക്കുന്നത് ഇതുമാതിരിയുള്ള ഒരു ചട്ടിയിലാണ്. നമുക്ക് നമ്മുടെ ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പോൾ ഗ്യാസ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ചീനച്ചട്ടി കായാൻ വേണ്ടി നമുക്ക് ഈ ഗ്യാസിന്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഈ ചട്ടിയുടെ കാഭാഗത്തോളം സൺഫ്ലവർ ഓയിൽ ഞാൻ ഇപ്പോൾ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഈ അച്ച് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇതിലേക്ക് ചേർക്കാം. ഇത് തിരിച്ചും മറിച്ചുമിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു ഏകദേശം ഒരു മിക്സറിൻ്റെ മോഡലായിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരിയെടുക്കാം. എന്നാൽ ഇങ്ങനെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ മിക്സറിന്റെ മാതിരി തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മറ്റൊരു ദിവസം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ ഇറ്റ്സ് മീ അജ്മൽ സൈനിങ് ഔട്ട്.